കടന്നു എന്നീ സ്പൂഫുകൾക്ക് ശേഷം കിസ്മത്ത് ക്രിയേഷൻസ് അവതരിപ്പിക്കുന്ന മൂന്നാമത്തെ ഐറ്റം ഈ കഥയിലെ കഥാപാത്രങ്ങളും സന്ദർഭങ്ങളും ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരുമായി എന്തെങ്കിലും സാദൃശ്യം തോന്നുന്നെങ്കിൽ അത് തികച്ചും യാദൃശ്ചികം മാത്രമാണ്. പഴയ ബോംബ് കഥ തന്നെ. പിന്നെ മീമോ ആധുനികമേ പാടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്തതാണ്. 2012 വർഷങ്ങൾക്ക് ശേഷം TMCയിൽ മെഡക്സ് നടന്ന വർഷം. അതിലെല്ലാം ഉപരി നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച വർഷം. TMCയിലെ 2012 MBBS ബാച്ച്. കാലം കടന്നുപോയി. ഭയത്തോടെ നോക്കിയിരുന്ന റാഗി ഇന്ന് നമ്മൾ ആസ്വദിക്കുന്ന കാലം. കലാലയ ജീവിതത്തിലെ സുഖവും ദുഃഖവും പ്രണയവും നൈരാശ്യവും സുഹൃത്ത് ബന്ധങ്ങളുടെ ആഴത്തിന്റെയും സ്നേഹത്തിന്റെയും കളങ്കപ്പെടാത്ത ഏടുകൾ എഴുതി ചേർത്ത നാളുകൾ. ഇതിനിടയിൽ ഒരു ഇന്റർമീഡിയറ്റ് കോഴ്സ് ജയിച്ചു, ഒരെണ്ണം തോറ്റു. ആർട്സിനും സ്പോർട്സിനും ഇടയ്ക്കുള്ള അല്ലറ ചില്ലറ അടിയും സസ്പെൻഷനും എല്ലാം കഴിഞ്ഞ് 4 വർഷങ്ങൾക്കിപ്പുറം കലാലയ ജീവിതത്തിന്റെ അവസാന നാളുകളിൽ വീണ്ടും ഒരു മെഡക്സ് കാലത്തിൽ കോളേജിൽ നിന്നും ഡോക്ടർ രഞ്ജിത്ത് വാട്സണും ഡോക്ടർ വിശ്വനാഥനും ട്രാൻസ്ഫർ ആയ സമയം. പകരക്കാരായി വന്ന 2 പേരെ നിങ്ങൾക്ക് നല്ല ഒണ്ണം അറിയാം. എടാ ദാസ, നമുക്ക് വേഷപ്രച്ഛന്നരാകാം. എടാ വിജയ, ഓർമ്മയുണ്ടല്ലോ, നമ്മളിപ്പോ CAD-കളല്ല, വി ആർ ഡോക്ടേഴ്സ്. ചാളമാക്കരുത്. എടാ വിജയ, വിവരമുള്ളവർ പറയുന്നത് കേട്ടാ മതി. അത് വിവരമുള്ളവർ പറയുമ്പോഴല്ലേ. എടാ വിജയ, നിന്റെ തമ്മിത്തല്ല് സ്വഭാവം നിർത്തിക്കോ. ഇത് മദ്രാസ് അല്ല, TMC. ഞാൻ പറയുന്ന പോലെ നീ കേക്കോ? ഞാൻ ശ്രമിക്കാം. ഡാ വിജയ, നമ്മളിപ്പോ കാണാൻ പോകുന്നത് ആരെയാണെന്ന് നിനക്കറിയാലോ. ഡോക്ടർ സാമുവൽ, ഈ ഹോസ്പിറ്റലിന്റെ സൂപ്രണ്ട്. Dr. Ramdas and Dr. Vijay, we were expecting you. മോഡൽ ഡോക്ടർ അരുൺ നിങ്ങളെ അസിസ്റ്റ് ചെയ്യും. നമ്മുടെ ഈ ഹോസ്പിറ്റലിൽ റെഗുലറായ അറൗണ്ട്സിന് വരുന്ന ഒരേ ഒരു ഡോക്ടറാണ് ഡോക്ടർ അരുൺ. ദാസ, ഇതാണോടാ മിണ്ടേരടാ പുല്ലേ. ലക്ഷ്മി, ക്വസ്റ്റ്യൻ என்ன? ഉറുമ്പുവായവിടെ സിന്നത് അത് ഡോക്ടർ അരുൺ, അല്ലെങ്കിൽ തന്നെ നിങ്ങളെ എല്ലാ കാര്യത്തിലും എൻകറേജ് ചെയ്യുന്നത് ഞാനാണെന്നാണ് പറയുന്നത്. Meet Dr. Ramdas and Dr. Vijay. Dr. Arun, take good care of them. We have an important meeting now. After that, we'll go for the rounds. രണ്ട് കാര്യങ്ങളെപ്പറ്റി ഡിസ്കസ് ചെയ്യാനാണ് നമ്മൾ ഇവിടെ മെയിനായി കൂടിയിരിക്കുന്നത്. ഒന്ന്, പുതിയ മെഡക്സിലെ ഓർഗനൈസേഷൻ കമ്മിറ്റിയുടെ അംഗങ്ങളെ തിരഞ്ഞെടുക്കാനും പിന്നെ പേഷ്യൻസിന്റെ സഫറിംഗ് ഒഴിവാക്കാനായി ഒരു സ്കൈ വാക്ക് നമ്മുടെ OP ബ്ലോക്കും മെയിൻ ബിൽഡിങ്ങും കണക്ട് ചെയ്ത് കൊണ്ടുവരണം. മീറ്റ് മിസ്റ്റർ ഹോനായി, മാനേജർ ഓഫ് കൈഫോസിസ് ഫൗണ്ടേഷൻ. ഒരു വീർത്തുമ്പിൽ എന്നെയും മറുവീർത്തുമ്പിൽ ഡോക്ടർ അരുണിനെയും വെച്ചുകൊണ്ട് അമ്മച്ചി ഒരു കഥ പറഞ്ഞു തരുമായിരുന്നു. ഒരു ആകാശപാതയുടെ കഥ. ആ ആകാശപാതയാണ് നമ്മൾ ഇന്ന് ഇവിടെ സൃഷ്ടിക്കാൻ പോകുന്നത്. പാലം ഞാൻ പണിയോ? അതാണ് നിനക്ക് പറ്റിയ പണി, വാർക്കപ്പണി. What the This is a bridge. We are doing a bridge. K&K Construction proprietor and mechanic ready. Engineer Tejas working on the way. നിങ്ങൾക്കാർക്കും വിരോധമില്ലെങ്കിൽ ഈ ബുദ്ധിമുട്ട് ഞാനായിട്ടെടുക്കാം. അത്ര ബുദ്ധിമുട്ടണമെന്നില്ല. പണ്ട് എനിക്ക് ബിസ്ക്കറ്റ് കച്ചവടമായിരുന്നു. ഇപ്പോ കൺസ്ട്രക്ഷൻ. ചിലപ്പോ പണിയും ചിലപ്പോ പൊളിക്കും. യൂണിയൻ തീരുമാനം തേജസ് വർക്കി മതിയെന്ന. Okay, Dr. Ramdas, let's leave this. This is Mr. Midun Mohan, our young blood, the most brilliant student of times. നമുക്ക് അവരുടെ ഒപ്പീനിയൻ വിടാമത്. നിന്നെ പറ്റിയുള്ള എന്റെ പ്രതീക്ഷയാണ് അത്. And what about Medex? ഞാൻ ഡോക്ടർ സാമുവലിനോട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പോവാണ്. നീ മണ്ടത്തിലൊന്നും കാണിക്കരുത്.
Sir, we'll do the organizing committee, sir. നോ, അത് വേണ്ട. Sir, please give us the medics, sir. Somehow we like it, somehow we want to make it. And we are original doctors, we are original doctors. Yeah. ഓക്കെ, മിഥുൻ മോഹൻ, വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? സാർ, കഴിഞ്ഞ തവണ മെഡക്സിൽ നടന്നത് എന്താണെന്ന് സാറിന് അറിയാമല്ലോ. അന്നത്തെ ഓർഗനൈസർ ആയിരുന്ന ആൻഡ്രൂസ് മെഡക്സിന്റെ ഫുൾ കാശും കൊണ്ടുപോയി. ഇത്തവണ എന്തായാലും അങ്ങനൊന്നും സംഭവിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഇത്തവണ അത് ഉത്തരവാദിത്തപ്പെട്ട ആർക്കെങ്കിലും കൊടുക്കണം. Okay, sir. Let them do it. ദാറ്റ് ഈസ് ഫൈൻ ബൈ മീ. നിങ്ങൾ പോയി റൗണ്ട്സ് കണ്ടിന്യൂ ചെയ്യും. വിജയ, അറിയാത്ത പണിയാണ്, കുഴപ്പമാവോ? നീ ബികോം ഫസ്റ്റ് ക്ലാസ് അല്ലേ? ദാസ, ഏതാടാ ഈ അലവലാതി? സാറേ, അത് ഇന്നലെ അടിച്ച് ഫിറ്റായി കൊണ്ടുവന്നത് കുടുംബത്തോടെ കച്ചറുള്ള സാറേ. വെള്ളം അടിക്കുന്നതിനെ മാരക ഷോ. നിന്റെ പേരെന്താടോ? പ്രശ്നം എന്താടോ? ഞാനടെ ഗംഗാടാ, തുമ്മ വന്നാടാ, നിനക്ക് സുഖാനാ? ആരൊക്കെയോ പുറകെ കൂടിയിട്ടുണ്ടാ, പണി പാളിന്നട തോന്നണേ. ആരെ? പ്രേതം അല്ലാണ്ട് ആരാണ്? ഇയാൾക്ക് ഭ്രാന്താടാ. ഇയാൾക്ക് ബൈസ്റ്റാൻഡേഴ്സ് ഒന്നും ഇല്ലേ? ഞങ്ങൾക്ക് വിശദമായിട്ടൊന്ന് പരിശോധിക്കണം. വിജയ, നമുക്ക് ഈ ചെറ്റകളെ ഒന്ന് നോക്കണ്ട. തനിക്കൊക്കെ വേണ്ടി ഇത് ചീഞ്ഞ പണിയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടെന്നറിയാവോ? ഹൈഡ്രോസിൽ എക്സാമിനേഷൻ വരെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ എന്നെ ചികിത്സിക്കാൻ പറ്റൂലല്ലേ? പ്രാർത്ഥിക്കാം, അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യാനാണ്? അടുത്ത കയറുന്ന ഞാനാ. അയ്യോ. Next candidate. What's your name? ഞാൻ ഗണേഷ് MH ആൻസർ പറയണം, ഡിസ്റ്റിങ് വാങ്ങിക്കണം പോണം. So what's your diagnosis? അപ്പോൾ ഡയഗ്നോസ് പറഞ്ഞാൽ പാസ്സാക്കും. All right. ക്യുൻസി എന്നാ കേട്ടോ, ജിൻസി. എന്റെ ഡയഗ്നോസിന്റെ പേര് ജിൻസി. ജിൻസി എന്നാരെങ്കിലും ഡയഗ്നോസിന് പേരിടുമോ? ജിൻസി എന്നാണ് ഞാൻ വിളിക്കുന്നത്. എന്ത് ആ പേര് കൊള്ളൂല്ലേ? ഞാൻ ഇഷ്ടമുള്ള ഡയഗ്നോസ്. ജിൻസിയാടാ, ജാൻസി, മണ്ട മര കഴുത. Just get the hell out, man. Mr. വിജയ്, ഈ വൈവയ്ക്ക് ഒന്ന് അറ്റൻഡ് ചെയ്യാമോ? ഞാൻ ലക്ഷ്മിയുടെ കൂടെ ഉറുമ്പ് വായവിടെ സിന്നത് അത് ഇന ഈ കുട്ടിയുടെ വൈവ് ഞാൻ കേൾക്കാം. ആ പെണ്ണുങ്ങളെ കാണുമ്പോൾ ഉള്ള നിന്ദികളൊക്കെ ഇതുവരെ മാറിയിട്ടില്ലടാ. കുട്ടി, എന്ത് കേസാ എടുത്തിരിക്കുന്നത്? Patient's name is Ganga, 27 years old, coming from Comedy-Padam. He's complaining of alcohol withdrawal symptoms plus psychiatric illness plus Bhranta plus water plus. വിജയ, കുട്ടി ഇപ്പൊ ചത്തു, ഒന്ന് പിടിച്ചെടുത്ത്. നെക്സ്റ്റ് കാൻഡിഡേറ്റ് പ്ലീസ്. വാട്ട് ഈസ് യുവർ നെയിം? roll number 60, Pavan Joseph. വാട്ട് ഈസ് ദ ട്രീറ്റ്മെന്റ് ഓഫ് ബ്രോങ്കിയൽ ആസ്മ? Nebulization with salbutamol 150 mg per kilogram, 20 minutes 3 orally, followed by. പാവം, നീ ഇത്രയും മെഗയായ കാര്യം ഞാൻ അറിഞ്ഞില്ല. മോളു, ഇതുപോലെ സ്മാർട്ടായിട്ട് വ്യക്തമായിട്ട് ഉത്തരം പറയണം. റാങ്ക് ഹോൾഡർ ഒന്നും അല്ലല്ലേ? അയ്യോ, മോള് കരയല്ലേ? ബാ, ഗംഗയ്ക്ക് ഭ്രാന്താണല്ലേ? കണ്ട, കൊച്ചു കണ്ടുപിടിച്ചത് കണ്ട. പാവം, ഇതുപോലെയൊക്കെ പഠിച്ചു കേട്ടോ. നിന്റെ ഡയഗ്നോസ് എന്താ? Sir, അത് bronchial asthma. മണ്ടൻ, മണ്ടൻ. മോള് പറ. മോള് പാസ്സായി കേട്ടോ. പൊക്കോ. നീ തോറ്റടേ, നീ പോടേ. പോയടാവേ, എന്നെ തേച്ചടാവേ. അവള് തന്നെ. വിജയ, നമ്മളെ റേവർ റൂമിൽ വിളിക്കുന്നുണ്ട് കൺസൾട്ടേഷന് വേണ്ടി. വാ, പോകാം. അയ്യോ, എനിക്ക് വയ്യേ. അയ്യോ, ആ ഗാനപാടനോട് ഞാൻ അന്നേ പറഞ്ഞതാ, വേണ്ട നമ്മേ. അയ്യോ, വിവരമുള്ള പേഷ്യൻ്റാണെന്ന് തോന്നുന്നു. വിളിക്കണണ്ട എമ്മോ. ചേച്ചി തൊടയും പിടിച്ച് കാലകത്ത് വെച്ച് മുക്ക് കാലകത്ത് വെക്ക്. കാലകത്തിക്കണോ? എന്നാ പിന്നെ അകത്തി വെച്ചോളാം. താനെന്താണോ ഈ കാണിക്കുന്നേ? മാഡം, കാല് എന്റെ അല്ലേ? എന്താണ് ഇത്? മനസ്സിലായി? 4 ബോണ്ട 3 പട്ട 2 ചായ 1 സുഖി.
കോമളൻ ഇവിടെ വരൂ. അത് 5th ചൈൽഡാണ് ആ പേഷ്യന്റിന്റെ. അഡ്വൈസ് ദ പേഷ്യന്റ് റിഗാർഡിംഗ് കോൺട്രസെപ്ഷൻ. ഇല്ല മാഡം, വൃത്തിയുടെ ഞാൻ ചെയ്യൂല. ദൈവം തരുന്നുണ്ട്, ഇത് കഴിഞ്ഞിട്ട് ഞാൻ സ്വീകരിക്കാം. ദൈവം തന്നുകൊണ്ടേയിരിക്കുന്നു, ഞാൻ സ്വീകരിച്ചുകൊണ്ടേയിരിക്കുന്നു. Praise the Lord! Praise the Lord! Glory! Glory! എടോ, മെഡക്സിന്റെ പ്രൊമോ സോങ് ചെയ്യാൻ ഒരു മ്യൂസിഷ്യനെ ആവശ്യമുണ്ടല്ലോ. 2012 ബാച്ചിലെ മർമൽ നിങ്ങളാനന്ദം നന്നായിട്ട് വായിക്കുമെന്ന് അവൻ തന്നെ പറയാറുണ്ട്. നിങ്ങളാണെന്താ ഒരു പാട്ട് എനിക്കൊന്ന് പാടിയേ. റോക്ക്, ഹാർഡ് റോക്ക്, ജാസ്, ബ്ലൂ, പോപ്പ്, ഏത് വേണമെങ്കിലും ഫ്യൂഷൻ വേണമെങ്കിൽ 1 മാസം നേരത്തെ പറയണേ. കാരണം ശിഷ്ടാലം 1 മാസം ഞാൻ വീടിന് പുറത്തായിരിക്കുമല്ലോ. ഇതിന്റെ ലേറ്റസ്റ്റ് പാട്ട് സാർ കേട്ടിട്ടില്ലേ? പുതിയ വിജയ, നമ്മൾ മദ്രാസിൽ നിന്ന് ഇവിടെ വന്നത് എക്സാം നടത്താനോ ക്ലിനിക്സിൽ കയറാനോ അല്ല. നമുക്കിവിടെ ഒരുപാട് ജോലികൾ ബാക്കിയുണ്ട്. ഡോ അഭിനന്ദേ. ആ സാർ, അഭിനന്ദല്ല, ചേന്തി, അങ്ങനെ എല്ലാവരും വിളിക്കുന്നത്. എന്താടോ BDS കോളേജിന്റെ ഫ്രണ്ടില്? ആ സാർ, മാത്രമല്ല ആക്രിയുണ്ട് അവിടെ. ഓനെ ആപ്പച്ചട്ടിയില് അരി വറക്കരുത്. നമുക്കൊരു നാരങ്ങ വെള്ളം കാച്ചിയാലോ? നാരങ്ങ വെള്ളമൊക്കെ കാച്ചാം സാർ, പക്ഷെ ചേച്ചിക്കട ഇപ്പം ഇല്ല. അതിനേക്കാൾ അഡാർ ഐറ്റം ഇപ്പം അവിടെ ഉസ്താദ് തുടങ്ങിയിട്ടുണ്ട്. ഒരു ഹോട്ടൽ, ഉസ്താദ് ഹോട്ടൽ. ഡോ, ഇന്ന് പഠിക്കുന്നില്ലേടോ? പഠിക്കലല്ലോടോ, പഠിപ്പിക്കലല്ലേടോ. അല്ലേടോ, പറയടോ. ഓനെ ദാസാ, കരീമിക 2 രാജാവ്. ഓനെ ഗപ്പി. കരീമിക്ക ഏതാ ചെറുക്കൻ? സാറിന് മനസ്സിലായില്ലേ? നമ്മുടെ സെൻട്രൽ ഗാർഡനിലും OP ബ്ലോക്കിന്റെ ഫ്രണ്ടിലും ഒക്കെ ഉള്ള കുളത്തിൽ ഗപ്പി മീൻ വളർത്തുന്ന ഇവന് ഗപ്പിന്ന് എല്ലാരും വിളിക്കുന്നത്. കിസ്മത്ത് എന്നൊന്നുണ്ട് മോനെ, പൊയ്യ സാന ഇജ്ജത് പിടിപ്പിക്കേ. ഇക്ക, നിങ്ങള് വലിക്കുന്നതിനെക്കാട്ടി എനിക്കിഷ്ടം വലിപ്പിക്കുന്ന. ഇക്ക, എന്തോ ഒരു വ്യത്യാസം ഉണ്ടല്ലോ. ചേർത്തൊക്കെ പറഞ്ഞുതരാ, പക്ഷെ അതിനെക്കാട്ടി വലുത് അവന്റെ തലക്ക് കിട്ടുന്ന പെരുപ്പാണ്. ഇക്ക, ഞാൻ കിക്കായോണ്ട് പറയണല്ല, ഐ ഫ്രാങ്ക്ലി സ്പീക്ക്. ആ, കിക്ക് അവണ എല്ലാ എണ്ണം ആദ്യം പറഞ്ഞ ഡയലോഗ് അത്. ഇക്ക, എനിക്കൊരു രഹസ്യം പറയാനുണ്ട്. ടോപ്പ് സീക്രട്ട്. വി ആർ CIDs ഫ്രം തമിഴ്നാട്. ഇക്ക, നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞ കഴിഞ്ഞ മെഡക്സിൽ TMCയിലേക്ക് ക്ഷണിക്കപ്പെടാത്ത ഒരു അതിഥി കടന്നു വന്നു. TMC ശിഥിലമാക്കാൻ പോകുന്ന ഒരു അതിഥി. അതാരാണെന്ന് കണ്ടെത്തണം. I am Anthony Moses A, Medex 2017 Law and Order Officer in Charge. Medex 2012 ഓഫീസർ ഇൻ ചാർജ് നിങ്ങളായിരുന്നില്ലേ? Medex Euphoria Genesis. ഇത് 3ന്റെയും ഓഫീസർ ഇൻ ചാർജ് ഞാനായിരുന്നു. ഇത് 3ഉം സൂപ്പർ ഹിറ്റായിരുന്നു. യു സീ ദി irony ഡോണ്ട്. എന്നിട്ടും അവരെന്നെ സ്ഥലം മാറ്റി. അതുകൊണ്ട് പൊരുതി തോറ്റലങ്ങ് പോട്ടെന്ന് വെക്കുന്നു. പക്ഷെ കളിക്കുന്നത് ജയിക്കാൻ വേണ്ടി മാത്രമാണ്. യെസ്, ഐ ഓൾവേസ് പ്ലേ ടു വിൻ. We play to win. We won't play to win. What? I am talking to English. Shut your bloody mouth, I say. അല്ല ആന്റണി, എത്ര കാണും അത്? It's worth bloody 30 lakhs. Hey, ഈ റോഡിന്റെ സൈഡ് പിടിച്ച് നടന്നാൽ TMC ആയി. അതിന് ഏത് മഴയത്ത് എങ്ങനെ പൊളിഞ്ഞു കിടന്നാലും ഈ റോഡ് TMCയിലേക്ക് എത്തുക തന്നെ ചെയ്യും. ഇരവഴിഞ്ഞിപ്പുഴ അറബിക്കടലിലുള്ളതാണെങ്കിൽ മെഡക്സിന്റെ കാശ് TMCക്കുള്ളതാണ്. For my sweet angel. എല്ലാവർക്കും കിട്ടുന്നുണ്ട്, എനിക്ക് മാത്രം കിട്ടുന്നില്ല. മോനെ ഫാസി, കൂടെ നടക്കുന്ന പെണ്ണിന്റെ വയറ് നിറച്ചാ പോരാ, അവളെ മനസ്സ് നിറയണം. അതാണ് ശരിയായ കൈപുണ്യം. പ്രഗ്നന്റ്? നോ ചാൻസ്, നോ ചാൻസ് അറ്റ് ഓൾ. എഞ്ചിനീയർ വരുന്നു, പാലം പണിയാൻ എഞ്ചിനീയർ വരുന്നു.
ചേട്ടാ കടുപ്പം അങ്ങനെ ആയിക്കോട്ടെ, മധുരോ അതും ആയിക്കോട്ടെ. ചേട്ടാ മധുരവും കൂട്ടി കടുപ്പവും കൂട്ടി ഒരു ചായ എടുക്കട്ടെ. മോൻ അറിയാവുന്ന രീതിയിൽ ഒരു ചായ എടുക്കും. എന്താ ഇത്? എനിക്കിതേ അറിയൂ. ദാ എന്റെ ചായയുടെ കാശ്. പഴയ 1000ന്റെ നോട്ട് ഇവിടെ എടുക്കൂല. അത് വേണ്ട, ഓന്റെ ശമ്പളത്തിൽ നിന്ന് പിടിച്ചോളാം. തേജസ് വർക്കിംഗ് ഹോളെ പ്ലാൻ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. പ്ലാൻ പക്ഷെ അങ്ങനെ അല്ലല്ലോ സർ. ബ്ലഡ് ബാങ്കിലോട്ടുള്ള അപ്രോച്ച് വേയുടെ പാത്ത് ആ കുളത്തിന് മേലല്ലേ പോണ്ടത്. മിസ്റ്റർ തേജസ് വർക്കി, നിങ്ങളെ ഈ പണി ഏൽപ്പിച്ചത് ഞാനാണ്. ഒരു സിനിമാ കഥ പോലെയാണ് എനിക്ക് തോന്നുന്നത്. നായകനും വില്ലനും ഫുൾ ഫൈറ്റാണ്, അവസാനം നമ്മൾ ജയിക്കുന്നു. നിങ്ങളീ പറഞ്ഞ കഥയിൽ നിങ്ങൾ നായകനാണോ അതോ വില്ലനാണോ? അതിന് വില്ലനെങ്കിൽ അങ്ങനെ. നിങ്ങളിനി എന്തൊക്കെ പറഞ്ഞാലും ആ പാലം ആ കുളത്തിന് മേളിലൂടെ പോകും. ഒരു വിരൽത്തുമ്പിൽ എന്റെയും മറുവിരൽത്തുമ്പിൽ ഗപ്പിയെ പിടിച്ചുകൊണ്ട് അമ്മച്ചി ഒരു കഥ പറഞ്ഞു തരാറില്ലേ? ഒരു കുളത്തിന്റെ കഥ, ഒരു വറ്റാക്കുളം. അതാണ് നിങ്ങൾ ഇപ്പോൾ പൊളിക്കാൻ പോകുന്നത്. ഒരു ത്യാഗം ചെയ്യാൻ വേണ്ടി TMCയിലോട്ട് കടന്നു വന്നതല്ല ഞാൻ, ശരിക്കും പാലം പണിയാൻ തന്നെ വന്നതാ. നിങ്ങൾ ഈ പാലത്തെ സ്നേഹിക്കുന്നതിനേക്കാളും ഒരു 1000 ഇരട്ടി ഞാൻ ഈ കുളത്തെ സ്നേഹിക്കുന്നുണ്ട്. അതിൽ 10,000 ഇരട്ടി ഗപ്പി ഈ കുളത്തെ സ്നേഹിക്കുന്നുണ്ട്. ഇതൊന്നും എനിക്കറിയാനിട്ടല്ലല്ലോ സാറേ, പക്ഷെ വേറെ നിവർത്തിയില്ലല്ലോ. എന്താ പ്രശ്നം? എന്താ? കോളേജ് വേണോ പൊളിച്ച സാറേ, പക്ഷെ കുളം പൊളിക്കല്ലേ. ടേപ്പ് എടുക്കും, ഡയറി എടുത്ത് അത് രേഖപ്പെടുത്തും. ഈ ബാഗ് ഈ ചുവരിനുള്ളിൽ നിന്ന് കിട്ടണമെങ്കിൽ ഇതൊരു തുമ്പാണ്. ഇത് തുമ്പാണോ തുമ്പിയാണോ എന്നൊക്കെ ഞങ്ങൾ തീരുമാനിക്കും. കേരള പോലീസിന് പറ്റാനിട്ടാണല്ലോ ഞങ്ങളെ ഈ കേസ് ഏറ്റെടുക്കാൻ പറഞ്ഞത്. ബാഗ് പോലും ബാഗ്, ഇതുപോലെ എത്രയോ ലക്ഷം ബാഗുകളാണ് ദിവസവും വിപണിയിൽ ഇറങ്ങുന്നത്. ഐ സസ്പെക്ട് ടെറർ ലിങ്ക്. വാട്ട് അബൌട്ട് യു കോൺസ്റ്റബിൾ? എനിക്ക് ചെറുക്കൊരു സംശയമുണ്ട്. ആ കുളം നടത്തി വരുമാനം ഉണ്ടാക്കാൻ ഇവരാണ് പോൾ ബാർബറോ? നിന്റെ അച്ഛനാണോ പോൾ ബാർബർ? ഈ കുളം പണിഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ മിഡക്സിനാണ്, അതായത് 5 വർഷങ്ങൾക്ക് മുന്നേ. ഹി വാസ് ജസ്റ്റ് 5 years old when this happened. ഈ 5 വയസ്സുകാരനാണോ നിങ്ങളുടെ കൊലയാളി? ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു? ഇറ്റ്സ് കോൾഡ് കോമൺ സെൻസ്. ഐ ടേക്ക് ദിസ് ആസ് എ സീരിയസ് ഇഷ്യൂ. കോളേജിൽ നിന്ന് ഇങ്ങനെ ഇൻസ്പെക്ടർ, യു ഷുഡ് ടേക്ക് സീരിയസ് ആക്ഷൻ. മെഡക്സ് പോലെ ഇത്രയും വലിയൊരു ഈവന്റ് നടക്കുമ്പോൾ വി ആർ പ്രൊഫഷണൽസ്. വി ഷുഡ് നോ ദ ഇന്റൻസിറ്റി ഓഫ് ദ സിറ്റുവേഷൻ. ഓസ്ട്രോളജി സെക്ഷനിൽ ഒരു സ്കെൽട്ടൺ കൂടി, ദാറ്റ്സ് ഓൾ. സ്കെൽട്ടൺ ഇയാൾക്ക് എന്താ പേരില്ലേ? ആ പേരറിയാനാണല്ലോ CIDകളായ ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇയാളുടെ ഒരു എക്സ്റേ കൂടെ കിട്ടുമോ? പ്ലീസ് ഡോണ്ട് ക്രിയേറ്റ് എ സിറ്റുവേഷൻ ഹിയർ. മെഡക്സ് നടക്കട്ടെ. ഇതിങ്ങനെ മതി. മെഡക്സിന്റെ വിശിഷ്ടാതിഥിയായി ഹരിഹർ നഗറിനെ കിടുകിടാവർപ്പിച്ച ബോംബെ യൂണിവേഴ്സിറ്റി ബോക്സിംഗ് ചാമ്പ്യൻ സേതു മാധവനെ ക്ഷണിക്കുന്നു. നീ എന്റെ കൈയടി മറന്നില്ലല്ലോടാ. ആന്റണി, ഇതെന്റെ ആൻഡ്രൂസ് ആണ്. വാട്ട്? എനിക്ക് ഉറപ്പാണ് ഇതെന്റെ ആൻഡ്രൂസ് ആണ്. കഴിഞ്ഞ മെഡക്സിൽ കാശുമായി മുങ്ങിയ ആ ആൻഡ്രൂസ്. കാശ് എടുത്തു എന്നുള്ളത് നേരാ, പക്ഷെ ആൻഡ്രൂ കത്തതൊന്നും ഈ TMC വിട്ട് പോയിട്ടില്ല. കാശുണ്ടെന്ന് മാത്രം പറഞ്ഞു തന്നാ പോരാ, അതെവിടെയാണെന്ന് കൂടെ പറഞ്ഞു തരണം. ഒരു ക്രിസ്മസ് രാത്രി
ഒരു പെട്ടി നിറയെ പണവുമായി ആൻഡ്രൂ വന്നു. ഞാൻ തിരികെ എത്തിയില്ലെങ്കിലും ആ പണം തിരികെ TMCയിൽ തന്നെ എത്തിച്ചേരണമെന്ന് എന്റെ ആൻഡ്രൂ പറഞ്ഞു. ആ രാത്രിയുടെ ഇരുളിലേക്ക് മറഞ്ഞ എന്റെ ആൻഡ്രൂവിന് പിന്നെ ഞാൻ കണ്ടിട്ടില്ല ആന്റണി, കണ്ടിട്ടില്ല. ഇമോഷൻസ്. എനിക്ക് നിങ്ങളെ പരിചയമില്ല, കണ്ടിട്ടില്ല, അറിയത്ത് പോലുമില്ല. പക്ഷെ നിങ്ങളല്ലേ ആ കാശുമായി മുങ്ങിയത്. മോനെ, ഞാൻ വെറുതെ ആണെന്ന് കരുതിയോടാ നീ. Under the mask of nostalgia. Then where is that bloody 30 lakh? കോമ്പയ്ക്ക് പോകുന്നതിന് മുൻപ് ഞാൻ ആ കാശ് കരീമിക്ക് ഏൽപ്പിച്ചു. The mist is clearing now. പണം എവിടെയാണ് ഉള്ളതെന്ന് മനസ്സിലായിരിക്കുന്നു. നമ്മുടെ മുന്നിൽ ഒരൊറ്റ ചോദ്യം മാത്രം. Where is the killer? ആര്, എന്ത്, എങ്ങനെ? ഞാൻ അടുത്തെത്തിക്കഴിഞ്ഞു സേതു, വളരെ അടുത്ത്. ഹലോ പ്രസ് ക്ലബ്, ആന്റണി മോസസ് IPS. I have found the culprit. The eyewitness is there at COK. I want the whole media there within half an hour. താനെന്ത് കടയാടുത്തരമാണോ ഈ കാണിക്കുന്നത്? The stage is set. I'll make him an offer he can't refuse. Shit. TMC ഇന്നേ വരെ കാണാത്തൊരു സീന ഇനി COK കാണാൻ പോകുന്നത്. It's all over, Honai. ഇത് ബോംബെയോ സിംഗപ്പൂരോ അല്ല, ഇത് TMC ആണ്. ഇവിടെ കളിയായാലും കച്ചവടമായാലും ഒരു എത്തിക്സ് ഉണ്ട്. തോർത്തുകൊണ്ട് നിവർത്തി തോട്ടിലെ വെള്ളത്തിൽ മോസും മോനും പരമീനുകളെ പിടിച്ച് കളിച്ചിട്ടുണ്ടാകും. ആ ഈരിലെ തോർത്ത് വിരിച്ചാൽ സ്രാവിനെ കിട്ടുമെന്ന് കരുതി നനയേണ്ട CIDകളോടാ കളി അല്ല CID മിസ്റ്റർ വിജയൻ. മിസ്റ്റർ വിജയൻ, CID മിസ്റ്റർ ദാസൻ. ഈ കളി എന്നോട് വേണ്ട ഹോനായി. ഇവിടെ കേരള പോലീസ് കഷ്ടപ്പെട്ടൊരു കേസ് തെളിയിച്ചാൽ അത് 3-ാം മുറ. എന്നാൽ കണ്ടുപിടിച്ച പ്രതിയെ ഓടിച്ചിട്ട് CID പിടിച്ചാൽ അതിന് കയ്യടി. ഇങ്ങനെയാണ് ഇവിടുത്തെ സെറ്റപ്പിക്ക്. അതിലെനിക്ക് വിശ്വാസം ഇല്ലടോ. I feel like a puppet. വിജയൻ എന്നെ സ്നേഹിക്കുന്ന പോലെ ആന്റണിക്ക് എന്നെ സ്നേഹിക്കാൻ പറ്റുമോ? ഹോനെ, എനിക്ക് നിങ്ങളെ അറിയാം. നിങ്ങളുടെ എന്തിനും പോകുന്ന സ്വഭാവത്തെ. ചതുരംഗത്തിലെ കരുക്കങ്ങൾ നീക്കുന്നത് പോലെ സൂക്ഷ്മമായിരുന്നു നിങ്ങളുടെ ഓരോ നീക്കവും. സ്കൈവാക്കിന്റെ ടെൻഡർ സൗജന്യമായി ഏറ്റെടുത്തത് നിങ്ങൾ TMCക്കായി ചെയ്ത ഔദാര്യമായിരുന്നില്ല. ബ്ലഡ് ബാങ്കിലേക്കുള്ള അപ്രോച്ച് ഫീ, കുളത്തിന് മേലെ പോകാതിരിക്കേണ്ടത് ഗപ്പിയേക്കാളേറെ നിങ്ങളുടെ ആവശ്യമായിരുന്നു. പക്ഷെ നിങ്ങൾ പോലും പ്രതീക്ഷിച്ചില്ല തേജസ് വർക്കി എന്ന മിടുക്കനായ എഞ്ചിനീയർ നിങ്ങളുടെ കണക്ക് കൂട്ടലുകൾ തെറ്റിക്കുമെന്ന്. ദാറ്റ് വാസ് യുവർ ഫസ്റ്റ് മിസ്റ്റേക്ക്. ആൻഡ്രൂസിനെ കൊന്ന് കുഴിച്ചു മൂടി അതിന്റെ മേലൊരു കുളവും സ്ഥാപിക്കുമ്പോൾ ആ കുളവും ഗപ്പിയും നിങ്ങളെ സംരക്ഷിച്ചു കൊള്ളുമെന്ന ധാരണ, ദാറ്റ് വാസ് യുവർ സെക്കൻഡ് മിസ്റ്റേക്ക്. 5 വർഷത്തിന് മുന്നേ നടന്നൊരു കൊലപാതകത്തിൽ ഒരു ദൃക്സാക്ഷി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് കണ്ണുമടച്ച് വിശ്വസിച്ച് എന്റെ വലയിലേക്ക് പറന്നു വീണത് നിങ്ങളുടെ തേർഡ് ആൻഡ് ഫൈനൽ മിസ്റ്റേക്ക്. മിസ്റ്റർ ആന്റണി, നിങ്ങളൊരു കഥ പറഞ്ഞു തരാമോ? പൊരുതി തോറ്റവരുടെ കഥ. ആ കഥയിലെ നായകൻ ഇപ്പോഴും നിങ്ങൾ തന്നെയാണ്. കാരണം എനിക്കിഷ്ടം വിജയിക്കുന്നവരുടെ കഥ പറയാനാണ്. 50 മീറ്റർ ചുറ്റളവിൽ ഗ്യാസ് പറഞ്ഞിരിക്കുകയാണ്. നീയൊന്നും ഇവിടുന്ന് ജീവനോടെ പോയില്ല. വിജയ, ആന്റണി, മിസ്റ്റർ ആന്റണി, കരീമയ്ക്ക് ആ കാശ് COKയുടെ ഗ്രീൻ റൂമിലാണ് വെച്ചേക്കുന്നത്. കരീമിക്ക, കാശ് എവിടെ? കാശ് എവിടെന്നാ ചോദിച്ച്? കള്ളക്കളവാ. എവിടെയാണോ കാശ്? മരുഭൂമിയിലെ മഴ കണ്ടിട്ടുണ്ടാ സേതുമോൻ? ഞാൻ കണ്ടിക്കണം. ഇജാതി ഹലാക്കിലൊരു അവിലും കഴിഞ്ഞ് ഈ ദുനിയാവില്. മരുഭൂമിയിലെ മഴ വരെ കണ്ടിട്ടുള്ള കരീമിക്കനെ വരെ തേച്ചിട്ട് ആ കാശ് ഇപ്പം ആരെടുത്തോണ്ട് പോകാനാ? നിങ്ങൾക്കൊക്കെ അറിയോ ആ പഹേനെ? സ്കൈവാക്കിന്റെ ടെൻഡർ എങ്ങനെ ഹോനയ്ക്ക് പോയി? മെഡക്സിന്റെ ഓർഗനൈസേഷൻ എങ്ങനെ വേറെ ആർക്കും കിട്ടാണ്ട് പോയി? എല്ലാം ഓൻ കാരണം. ആരും വേണ്ടത്ര ശ്രദ്ധിച്ചില്ലല്ലേ? ഷോയാണെന്ന് വിചാരിച്ചു. എല്ലാരെയും വലിപ്പിക്കാൻ ഇഷ്ടമുള്ള കരീമിക്കാനെ വരെ വലിപ്പിച്ചു. വേണമെന്ന് വെച്ചാൽ ചെയ്തല്ല കേട്ടോ.
എന്നും കേൾക്കണ സുലൈമാനി കഥ മടുത്ത് ഒരു ഹൂറി കഥ കേൾക്കാൻ വേണ്ടി ചെയ്തതാ. അന്ന് പക്ഷെ കരീമിക്ക ഇങ്ങനെ പറഞ്ഞു തുടങ്ങി. മോനെ, ഞാൻ കിക്കായോണ്ട് പറയണതല്ല. ഇനി ദാസനോ വിജയനോ ആന്റണിയോ സേതുവോ കരീമിക്ക വിചാരിച്ച പോലും ആ കാശ് കിട്ടാൻ പോണില്ല. ആ കാശ് എവിടാന്നറിയോ? അതവൻ എങ്ങനെയാ തിരിച്ചു പിടിച്ചെന്ന് ചോദിച്ചാൽ അതവന് മാത്രമേ അറിയൂ. ഇനിയിപ്പോ ആരൊക്കെ ഇവിടെ നിന്ന് കളിച്ചാലും TMC യുടെ കാശ് TMC ക്ക് തന്നെ.